എൻ സ്വദേശം കാൺമതിന് ഞാൻ തനിയേ. അല്ല, ആരെങ്കിലും അങ്ങനെ അബദ്ധം പാടിക്കൊണ്ടിരുന്ന ദയവീത് ഇന്ന് നിർത്തിയേക്കണം. സഭാ വ്യത്യാസമെന്നെ എല്ലാവരും ഒരുപോലെ ഏറ്റു പാടുന്ന ഒരു ക്രിസ്ത്യൻ പാട്ടാണ് രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമദീനായി ബദ്ധപ്പെട്ടോടിടുന്നു. ഈ പാട്ടിന്റെ തനി രചയിതാവ് ആരാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. വി നാഗൽ എന്ന് പറഞ്ഞ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു സായിപ്പ്. അതെ, ജർമ്മൻ മിഷണറി ആയിരുന്ന നാഗൽ എന്ന സായിപ്പ് കേരളത്തിൽ വന്ന് മലയാളം ബുദ്ധിമുട്ടി പഠിച്ച് ഇഷ്ടംപോലെ പാട്ടുകൾ എഴുതിയ കൂട്ടത്തിൽ എഴുതിയ പാട്ടാണ് ഈ പാട്ട്. എന്നാൽ ആ പാട്ടിനെ ഒരു സിനിമയിൽ കൊണ്ടുവന്ന് വികലമാക്കി കളഞ്ഞു. ഇനിയും ആ സിനിമ ഏതാണെന്നല്ലേ? വയലാർ രാമവർമ്മ എഴുതിയിട്ട് എന്ത് ചെയ്തു? ഒന്ന് തിരുത്തി. അയാൾ എഴുതി അരനാഴിക നേരം ഒന്ന് പണ്ടൊരു സിനിമ ഇറങ്ങിയപ്പം അതിനകത്ത് അയാൾ എഴുതി ഞാൻ തനിയേ പോകുന്നു. അറിഞ്ഞോ അറിയാതെയോ ഈ സിനിമാ പാട്ട് ഇന്ന് വിശ്വാസി സമൂഹം ഏറ്റുപാടുന്നുണ്ട്. ഒരു സ്ത്രീയിലൂടെ പിശാച് ലോകത്തെ വഞ്ചിച്ചത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. എന്നാൽ ഒരു പുരുഷനുടെ ലോകം ചതിക്കപ്പെട്ടത് അല്ലെങ്കിൽ വിശ്വാസി സമൂഹം ചതിക്കപ്പെട്ടത് അത്ര കണ്ടാർക്കും അറിഞ്ഞുകൂടാ. നിങ്ങൾ വിശ്വാസികൾ ഇപ്പോൾ അത് പാടിക്കൊണ്ട് നടക്കുന്നത് എനിക്കറിയാം. നിങ്ങളങ്ങനെ തനിയെ പോകുന്നെങ്കിൽ ഞങ്ങളാരും കുറ്റക്കാരില്ല, ദൈവവും കുറ്റക്കാരില്ല. അതിന് സിനിമാക്കാരാ കുറ്റക്കാർ. നിങ്ങൾ ദയവ് സിനിമ പാട്ട് പാടിക്കൊണ്ട് നടക്കരുത്. ഭക്തനായ സായിപ്പ് എഴുതിയ പാട്ട് അതുപോലെ പാടണം. ശവമടക്കിന് മാത്രം പാടി കേൾക്കുന്ന ഈ പാട്ട് സത്യത്തിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ളതല്ല, ജീവിച്ചിരിക്കുന്ന പ്രത്യാശയുള്ള സ്വർഗീയ നാടിനെ കാംക്ഷിക്കുന്ന നല്ലൊരു ഉണർവ് പാട്ടാണിത്. വാസ്തവത്തിൽ മരിച്ചയാളല്ല പാടുന്നത്, ഇന്ന് ജീവനോടിരിക്കുന്ന നാമാണ്. സമയമാം രഥത്തിൽ നമ്മൾ ഓരോരുത്തരും പാടുക, ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. അല്ലേ? ആണോ? സ്വർഗയാത്ര ചെയ്യുന്നെങ്കിലേ പാടാൻ പാടുള്ളൂ. പറവൂർ സെൻട്രൽ ജയിലിൽ കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് ഡേറ്റ് കാത്തു കിടക്കുന്ന ഒരാളോട് അക്കാലത്ത് നാഗൽ സായിപ്പ്, ഈ ജർമ്മൻ സായിപ്പ് ചെന്ന് ജയിൽ സുവിശേഷ വേളയിൽ താൻ ജയിലിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. വധശിക്ഷയ്ക്ക് ഡേറ്റ് വിധി കേട്ട് കിടക്കുന്ന ആൾക്കാണ്. വേറെ ആർക്കെങ്കിലും മരണ ദിവസം അറിയാവോ? ഈ ഭൂമിയിൽ മരണ ദിവസം അറിയാവുന്നവർ എത്ര പേരുണ്ട്? പക്ഷെ മരണ ദിവസം അറിയുന്ന ഒരൊറ്റ കൂട്ടരുള്ളൂ. അതാരാ? വധശിക്ഷയ്ക്ക് വിധി കേട്ട് ഡേറ്റ്, ഇന്ന സമയത്ത് ഇന്നയാളെ ഹാങ് ചെയ്യണം, തൂക്കിക്കൊല്ലണം. എൻ്റെ പ്രിയമുള്ളവരെ, വധശിക്ഷയ്ക്ക് വിധി കാത്ത് കിടക്കുന്ന വിധി കേട്ട് കിടക്കുന്ന ഒരു പ്രതിയോട്, ഒരു കൊലപാതകത്തിന്റെ പ്രതിയായി കിടക്കുന്ന, കൊലപാതക കുറ്റത്തിൽ പ്രതിയായി കിടക്കുന്ന ആ വ്യക്തിയോട് നാഗൽ സാഹിബ് ഈ സുവിശേഷം പറഞ്ഞു. താൻ ആ നിമിഷം സന്തോഷത്തോടുകൂടി അതിൽ വിശ്വസിച്ചു, ക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്നിട്ട് താൻ അന്നേരം പറഞ്ഞറിയോ, ഇത്രയും നാളും എൻ്റെ മരണ ദിവസം ഇന്ന ഡേറ്റ് ആണ് കേട്ടോ, ഞാൻ വളരെ ഭയത്തോടു കൂടിയായിരുന്നു മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് മുതൽ സന്തോഷത്തോടു കൂടി ഞാൻ നീങ്ങുകയാണ്. ഇന്ന ദിവസം ഞാൻ കണ്ണടയ്ക്കും, എൻ്റെ കർത്താവിനെ ഞാൻ നേരിൽ കാണും. എന്തൊരു ധൈര്യമല്ലേ! ആ സുവിശേഷത്തിൽ താൻ വിശ്വസിച്ചു, സാഹിബിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. എന്നാൽ ഈ വധശിക്ഷ നടപ്പാക്കുന്ന ദിവസം പ്രധാനമായിട്ടും 4 സ്പെഷ്യൽ ഓഫീസേഴ്സ് വരണം. ഒന്ന്, ഈ വിധി പറഞ്ഞ ജഡ്ജീസിന്റെ സാന്നിധ്യം, ആ വിധി ഒന്നുകൂടി വായിച്ചു കേൾപ്പിക്കണം. രണ്ടാമത്തത്, ആ ഏരിയയിലെ ഏറ്റവും വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഹാജരായിരിക്കണം. മാത്രമല്ല, ഏറ്റവും നല്ലൊരു ഡോക്ടർ വന്ന് ഈ ആള് ഹെൽത്തി ആണെന്ന് സർട്ടിഫൈ ചെയ്യണം. ആള് സുഖമില്ലെങ്കിൽ അന്ന് വധശിക്ഷ നടപ്പാക്കാൻ പറ്റുകയില്ല. ഹെൽത്തിയാണ്, വധശിക്ഷയ്ക്ക് ഹെൽത്തിയാണ്. വധശിക്ഷയ്ക്ക് ഹെൽത്തിയാണ്. അതെ, വധശിക്ഷയ്ക്ക് ഹെൽത്തിയാണെന്ന് സർട്ടിഫൈ ചെയ്യണം. നാലാമത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ വധശിക്ഷ നടപ്പിലാക്കുന്ന ആരാച്ചാർ. ഈ 4 ഉദ്യോഗസ്ഥരും വന്ന് നിന്നിട്ട് ആളോട് ചോദിക്കും, നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ മകൻ തിരുവനന്തപുരം ഊളമ്പാറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, എൻ്റെ മകനെ എന്നെ കാണണം. ഒരു ഉദാഹരണത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞ ആ ആളുടെ അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ട ചുമതല ഗവൺമെന്റിനുണ്ട്. ഈ നിയമങ്ങൾ എത്ര പേർക്കറിയാം? അല്ല, എനിക്കൊരു ബിരിയാണി തരണം, അങ്ങനെ പറയാൻ സാധ്യതയില്ലേ? ചാവാൻ പോകുന്ന ആള് ബിരിയാണി തിന്നുമോ? വിശപ്പുണ്ടാവും? ഇല്ല.
എന്ത് ആഗ്രഹം പറഞ്ഞാലും സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം എന്നുള്ളത് നിയമമാണ്. ആ ചോദ്യം ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അന്ന് വിധി വായിച്ചു കേട്ട് നിൽക്കുന്ന ഈ മനുഷ്യനോട് ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് അവസാനത്തെ ആഗ്രഹം എന്നോട് സുവിശേഷം പറഞ്ഞ നാഗൽ എന്ന ആ ജർമ്മൻ സാഹിബിനെ എനിക്ക് കാണണം. പോലീസ് അപ്പോഴേ വണ്ടി വിട്ട് പോലീസ് വണ്ടിയിൽ തന്നെ ജയിലിനകത്തോട്ട് വിളിച്ചു കയറ്റിക്കൊണ്ടുവന്നു. ആ ദൈവദാസനകത്തോട്ട് കയറി വരുമ്പോൾ ഈ മനുഷ്യൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അന്ന് വിധി നടപ്പാക്കുവാൻ പോകുന്ന ആ മനുഷ്യൻ നാഗൽ സാഹിബിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ദൈവത്തിന് സ്തോത്രം, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. എന്നിട്ട് താൻ കൈപൊക്കി ഉയർത്തി പറഞ്ഞു, എന്താണെന്നറിയോ, ഇന്നും ലോകം മുഴുവനും അല്ല, ലോകത്തിന്റെ കോടതി എന്നെ കൊലപാതകി എന്ന് വിളിക്കുന്നു. എനിക്കതിൽ പരിഭവമില്ല, ഞാനൊരു കൊലപാതകം ചെയ്തവനാണ്. എന്നാൽ അതിൻ്റെ മേളൊരു കോടതിയുണ്ട്. ഏത്? സ്വർഗീയ നീതിപീഠം എന്നെ നീതീകരിച്ചിരിക്കുന്നു തൻ്റെ പുത്രന്റെ രക്തത്താൽ. എൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കയാൽ ഞാൻ സ്വർഗീയ കോടതിയുടെ മുമ്പിൽ നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടു കൂടി ഈ കൊലക്കയറിലേക്ക് നീങ്ങാൻ പോവുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞെന്നറിയാം, ബ്രദറെ, കൈ കൊടുത്തു, കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, നമുക്ക് അവിടെ കാണാം, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. എന്നിട്ട് താൻ കൈ ഉയർത്തി, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. സായിപ്പ് വീട്ടിൽ ചെന്നിട്ട് താൻ പറഞ്ഞത് എന്ത് ചെയ്തു? കോറസാക്കി. അങ്ങനെയാണ് ഈ പാട്ട് രൂപം കൊണ്ടത്. ഇനി കുറെ കഥ കേട്ടത് കൊണ്ടായില്ലല്ലോ, അതിൻ്റെ യഥാർത്ഥ ട്യൂണും അറിയണ്ടേ? കേൾക്കാം. ദേവരാജൻ പാടിയ ട്യൂണല്ല നമുക്ക് വേണ്ടത്, നമുക്ക് സായിപ്പിൻ്റെ ട്യൂണിൽ തന്നെ പാടാമല്ലേ? ഓക്കെ. ദൈവദൂതർ വരുന്നു, വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ആകെ അല്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ